നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. 1995 പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന്. സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത്. ദിലീപ് ആയിരുന്നു നായകൻ. നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴി പിരിയുകയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും. എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല. സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല. വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട്. എന്നാൽ കണ്ണീർ പുത്രിയായി ജീവിതത്തിൽ ഒതുങ്ങാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല. ജാൻമണി മേക്കപ്പ് ചെയ്ത പ്രമുഖ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. തിരിച്ചുവരവിൽ സിനിമകളിലും നിരവധി ഫോട്ടോഷൂട്ടുകൾക്കും ഇവന്റുകൾക്കുമെല്ലാം ജാൻമണി മഞ്ജുവിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരെ കുറിച്ച് മുൻപൊരിക്കൽ ജാൻമണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആദ്യമായി മേക്കപ്പ് ചെയ്യുമ്പോൾ മഞ്ജു വാര്യർ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു ജാൻമണി തുറന്നു പറഞ്ഞത്. പൂർണിമ ചേച്ചി പറഞ്ഞത് എന്റെ ഒരു സുഹൃത്താണെന്നാണ്. ഞാൻ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ചെയ്തു പോയി. മാഗസിൻ പുറത്തിറങ്ങി. പിന്നീട് UK നിന്നും ഒരു സ്ത്രീ വിളിച്ചു. എന്താണിപ്പോൾ വിളിക്കുന്നതെന്ന് തോന്നി. രാവിലെ 4 മണിയാണ്. ജാൻമണിയാണോ എന്ന് ചോദിച്ചു. മഞ്ജു വാര്യർ 14 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ്. പക്ഷേ 2 ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമാണെന്ന് അവർ പറഞ്ഞു. എന്റെ പ്രായം എത്രയെന്നും ചോദിച്ചു. 23 എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നീ എന്നെ ഗ്രാൻഡ് മദർ എന്ന് വിളിക്കണമെന്നും അവർ പറഞ്ഞു. മഞ്ജു വാര്യരുടെ കടുത്ത ആരാധികയാണവർ. അത് കഴിഞ്ഞ് ഞാൻ പൂർണിമ ചേച്ചിയെ വിളിച്ചു. മഞ്ജു ചേച്ചി സിനിമ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. നീ ഉറങ്ങിയില്ല. എന്റെ ഉറക്കവും പോയി. നിനക്കറിയില്ലേ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് പൂർണിമ ചേച്ചി പറഞ്ഞു. നീ എന്താണ് അവരോട് പറഞ്ഞതെന്ന് പൂർണിമ ചേച്ചി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ആളെ മനസ്സിലായില്ല എന്ന് ഞാൻ. പിന്നെ ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചെന്നും ജാൻമണി അന്ന് വ്യക്തമാക്കി. മഞ്ജുവിന്റെ നല്ല മനസ്സിനെ കുറിച്ചും അന്ന് ജാൻമണി സംസാരിച്ചു. മഞ്ജു ചേച്ചിയെ പോലെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്ര നിശബ്ദയാണ്, എന്തൊരു സ്നേഹമാണ്. ഒരു ദിവസം ഭയങ്കര കോമഡിയായി ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. 3 മണിയായി. 8 മണിക്ക് വീട്ടിലേക്ക് എത്തണം എന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു. 5 മണിക്ക് മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റന്റ് വന്നു. സമയമുണ്ടെന്ന് കരുതി ഞാൻ ഉറങ്ങി. ആ പയ്യൻ സോഫയിൽ ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ 7:45 8 മണിക്ക് എത്തണം. 9:30 മഞ്ജു ചേച്ചിക്ക് പോകണം. കല്യാണത്തിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ എത്തിയത് 9:25 മഞ്ജു ചേച്ചി ഒന്നും പറഞ്ഞില്ല. കുഴപ്പമില്ല ജാനു, എനിക്ക് ടച്ചപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ ഞാൻ മേക്കപ്പും ഹെയറും ചെയ്തു. മഞ്ജു ചേച്ചി പോയി. ഒന്നും ചോദിച്ചില്ല. ഇവന്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചു. ജാനു ഉറങ്ങിപ്പോയല്ലേ എന്ന് ചോദിച്ചു. മഞ്ജു ചേച്ചിക്ക് ദേഷ്യമൊന്നും വരില്ല. ആ സമയത്ത് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലും. കാരണം ഹെലികോപ്റ്റർ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് മഞ്ജു ചേച്ചി റെഡി ആയില്ലെങ്കിൽ പ്രശ്നമായേനെ എന്നും ജാൻമണി അന്ന് ചൂണ്ടിക്കാട്ടി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.